നമസ്കാരം. വിതുരയ്ക്കടുത്ത് ബി ജെ പിക്ക് വോട്ട് നൽകും എന്ന് പറഞ്ഞ വൃദ്ധർക്ക് നേരെ ഇടതുപക്ഷ പ്രവർത്തകരുടെ ആക്രമണം. വിതുരയ്ക്കടുത്തുള്ള ഒരു ചായക്കടയിൽ വച്ചിട്ടായിരുന്നു സംഭവം. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ കരമന ജയന് വോട്ട് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസാരത്തിനിടയിലാണ് ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. വൃദ്ധരടക്കം പല ആൾക്കാർക്കും സാരമായ രീതിയിലുള്ള മർദ്ദനമാണ് ഏറ്റിട്ടുള്ളത്. പലർക്കും നല്ല പരിക്കുകളുമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവർ കാട്ടാക്കടയിലെ ഈ അക്രമം പുറത്തെടുത്ത ഇവർ കാട്ടാക്കടയിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്ഭുതമെന്ന് പറയട്ടെ, മറ്റൊരു കാര്യം എന്നത് ക്ഷേത്രത്തിലെ മതിലകം ഗാർഡായിട്ടുള്ളൊരു CITU നേതാവും ഈ മർദ്ദനം നടത്തിയ ആൾക്കാരിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ഇയാൾ ക്ഷേത്ര ഭരണസമിതി അംഗം കൂടിയായ കരമന ജയന് വോട്ട് നൽകരുത് എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഇവർ മർദ്ദനം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന് നേരത്തെയും ഇത്തരത്തിലുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. ഇതൊന്നും പുത്തരിയല്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരായി സംസാരിക്കുന്ന ആൾക്കാരെ നിരന്തരം അങ്ങോട്ട് പോയി ആക്രമിക്കുകയും ആ ആക്രമണം നടത്തിയതിനു ശേഷം ഇവർ ജനാധിപത്യം പറയുകയും ചെയ്യുന്ന ഒരു രീതി അവർ കാലാകാലങ്ങളായി പിന്തുടർന്നു വന്ന ഒരു രീതിയാണ്. വർഗവഞ്ചകരെന്നോ നയവഞ്ചകരെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വർഗശത്രുക്കളെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണം നടത്തിയാൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല എന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ അതൊന്നും ശരിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മിനിമം ജനാധിപത്യം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും നവകേരള യാത്രയുടെ ഇടയിൽ ഉണ്ടായിരുന്ന സംഭവം മലയാളികൾ ആരും തന്നെ മറക്കാനിടയില്ല. അന്ന് ചെടിച്ചട്ടി ഊരി മർദ്ദിച്ചതിന് ശേഷം തിരിച്ചു വന്ന പാർട്ടി പ്രവർത്തകർ നടത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനം ആണ് എന്നാണ് മുഖ്യമന്ത്രി പോലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞത്. ഇങ്ങനെ കണ്ണൂരിൽ നിരന്തരം ആക്രമണ പരിപാടികൾ ഇവർ നടത്തിക്കൊണ്ടേയിരുന്നു. പിന്നീട് അതിനെതിരെ പ്രതികരണം ഉണ്ടായപ്പോഴാണ് ഇത് കുറച്ചെങ്കിലും അവസാനിച്ചത്. പക്ഷേ നിരന്തരം ഇതുപോലുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലൊന്നും മറ്റു പാർട്ടി പ്രവർത്തകരെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ട് ഇവർ സമ്മതിക്കില്ല. അത്തരമൊരു ഫാസിസ്റ്റ് മനോഭാവമാണ് ഇവർ പലപ്പോഴായി പല ഇടങ്ങളിൽ പുറത്തെടുത്തിട്ടുള്ളത്. ഇതിനെയൊന്നും അംഗീകരിക്കുവാൻ ആർക്കും തന്നെ സാധ്യമല്ല. പക്ഷേ ഇവർ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവർ ഈ രീതിയിലേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പല ഇടങ്ങളിലും. ഇപ്പോൾ പശ്ചിമ ബംഗാളിലേക്കുള്ള അനുഭവം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇവർ മറ്റുള്ള ആൾക്കാരെ ജീവനോടെ ഉപ്പുചാക്കിലാക്കിക്കൊണ്ട് കുഴിച്ചിട്ട സംഭവങ്ങൾ പോലും പലപ്പോഴും പല ഇടങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത്തരം ന്യൂസുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ തരത്തിലാണ് ഇവർ ആക്രമണം മറ്റുള്ള സാധാരണ മനുഷ്യർക്ക് നേരെ, അതായത് ഇവർക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് നേരെ, ഇവരുടെ പരിപാടികളിൽ പങ്കെടുക്കുവാൻ പോയില്ല എങ്കിൽ ഈ ആൾക്കാർക്ക് ജോലി പോലും കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ ഹരിതകർമ്മ സേനയുടെയോ അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിൻ്റെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടോ ഉള്ള ആൾക്കാർ ഇവരുടെ സമ്മേളനങ്ങൾ പങ്കെടുത്തില്ല എങ്കിൽ ഭീഷണിയാണ്. നാളെ നിങ്ങൾക്ക് ജോലിയില്ല, ഇനി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കില്ല എന്നാണ് ഇവരോടൊക്കെ പറയുന്നത്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? പാവങ്ങളായിട്ടുള്ള സ്ത്രീകളാണ് പലപ്പോഴും ഈ തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് പോകുന്നത്. ഈ തൊഴിലുറപ്പിൻ്റെ മറ്റ് ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ അവർ ഈ തൊഴിലുറപ്പിലേക്ക് പോകുന്നത്. അൺസ്കിൽഡ് ആയിട്ടുള്ള, വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലേബറൊന്നുമല്ല തൊഴിലുറപ്പ് എന്ന് പറയുന്നത്. കൊത്തിക്കിളയ്ക്കുകയും മാറ്റുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സാധാരണ ജോലികളാണ്. ആ ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ട് അവർ ഇവരുടെ സമ്മേളനങ്ങളിലടക്കം പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം ഒരു രീതിയിലും, നിയമവിരുദ്ധമായ രീതിയിൽ പോലും പലയിടങ്ങളിലും ഇവർ വോട്ടഭ്യർത്ഥിച്ച് ഇറങ്ങി ആ ഒരു ശൈലിയിൽ വോട്ടഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ശരിക്കും ഇലക്ഷൻ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നതിന് തുല്യമായ പ്രവർത്തനം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് JP നദ്ദയുടെ പരിപാടിക്കിടയിൽ തിരുവനന്തപുരത്ത് നെട്ടയം ഭാഗങ്ങളിൽ ഇതുപോലൊരു സംഘർഷത്തിന് വേണ്ടിയിട്ട് ഇവർ ശ്രമം നടത്തിയത്. നാളെ ഇനി കൊട്ടിക്കലാശമാണ്. ഈ കൊട്ടിക്കലാശത്തിനിടയിൽ എന്തൊക്കെയാണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് അറിയില്ല. നിരന്തരം ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. എവിടെയൊക്കെ പരാജയ ഭീതിയുണ്ടോ അവിടെയൊക്കെ അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വോട്ട് നേടിയെടുക്കുന്ന ഒരു ശൈലിയിലേക്ക് ഇടതുപക്ഷം മാറുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു സത്യം. അതിന് ഒരുപക്ഷേ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ വളരെ പ്രമുഖരായിട്ടുള്ള
പാർട്ടിയിലുള്ള നേതാക്കന്മാർ പോലും അതിന് ഒത്താശ ചെയ്യുന്നു, അവർക്ക് പിന്തുണ നൽകുന്നു എന്നത് ഏറെ ദുഃഖകരമായ ഒരു സംഭവമാണ്. കാരണം ഒരു ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഭൂഷണമായിട്ടുള്ള കാര്യമേ അല്ല. പിന്നെ എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും തങ്ങൾക്ക് അധികാരം നേടിയെടുക്കണം എന്നതാണ്. ഭീകരവാദികളെ ഒപ്പം കൂട്ടുന്നു. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, SDPI ഇവർക്ക് ഒപ്പമാണ്. SDPI കുറിച്ച് ചോദിക്കുമ്പോൾ പലരും പറയുന്നത് ഭീകരവാദ സംഘടന തന്നെയാണെന്നാണ്. പക്ഷേ ഞങ്ങൾ അവരുടെ വോട്ട് വേണ്ട എന്ന് പറയില്ല, അവരെ ഞങ്ങൾ ഒപ്പം കൂട്ടും എന്നാണ് പറയുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ, CPMൻ്റെ നേതാക്കന്മാർ ഇതേ ഭാഷ്യമാണ്, ഇതേ രീതിയിലാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും സംസാരിക്കുന്നത്. അതായത് എങ്ങനെയും തങ്ങൾക്ക് വോട്ട് കിട്ടിയാൽ മതി, ആ വോട്ട് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് തങ്ങൾ ആരോട് വേണം കൂട്ടുകൂടും, ഏത് ഭീകരവാദിയുടെ അടുത്ത് വേണോ കൂട്ടുകൂടും. കാരണം SDPI പോലുള്ള ഒരു ഭീകരവാദ സംഘടന, അതായത് PFI നിരോധിക്കപ്പെട്ടപ്പോഴാണ് അതിൻ്റെ പ്രവർത്തകർ SDPIയിലേക്ക് ചേക്കേറിയത്. ആ SDPI ആണ് ഇപ്പോൾ ഒപ്പം കൂട്ടുന്നത് ഇടതുപക്ഷം എന്നത്. അത് എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. വേങ്ങരയിലും നേമത്തുമടക്കം പല സ്ഥലങ്ങളിലും SDPI ഇവർക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഇനി തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ DMK മുന്നണിക്കകത്ത് കോൺഗ്രസും ഇടതുപക്ഷവും SDPIയും ഒരുപോലെ മത്സരിക്കുകയാണ്. ഒറ്റ ചങ്ങാതിമാരായി നിന്നുകൊണ്ടാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ ഭീകരവാദം കേരളത്തെ, അതായത് തെക്കൻ ഭാരതത്തിൽ നിന്ന് വിഭജിക്കുവാൻ പോലും ഇവർ പദ്ധതി തയ്യാറാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ NIA തന്നെ അവരുടെ NIAയുടെ പട്യാല കോടതിയിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ വോട്ടിന് വേണ്ടിയിട്ട് ഭീകരവാദികളെ പോലും ആശ്രയിക്കുന്ന ഒരു ഗതികേടിലേക്ക് ഇടതുപക്ഷം മാറി എന്നുള്ളതാണ്. എന്നിട്ടും അവർ ജനാധിപത്യത്തെക്കുറിച്ച് ആക്രോശിക്കുന്നുണ്ട്. സെക്കുലാർ പാർട്ടി എന്നാണ്, മതേതര പാർട്ടി എന്നാണ് മറ്റൊരു നേതാവ്, ഇടതുപക്ഷത്തിൻ്റെ നേതാവല്ല, പക്ഷേ ഒരു പ്രമുഖനായ നേതാവ്, മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. എല്ലാ രീതിയിലും ഈ SDPI പോലുള്ള സംഘടനകളെ പിന്തുണച്ചുകൊണ്ട് ഇടതുപക്ഷം വരുമ്പോൾ കേരളത്തിൻ്റെ മുഖം, രാഷ്ട്രീയ മുഖം, അതൊരു ഭീകരവാദ മുഖം തന്നെയായി മാറുന്നുണ്ട്. ഇവരുടെ സഖാവായ അഭിമന്യുവിനെയാണ് ഈ SDPIയുടെ നേതാക്കന്മാർ കൊന്നുകളഞ്ഞത്, വളരെ ഒറ്റക്കുത്തിന് കൊന്നു. അങ്ങനെ ഒരു ഭീകരവാദ പദ്ധതികൾ നടക്കുന്ന പാർട്ടിയുമായി പോലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുമായി പോലും സഹകരിക്കുവാൻ വേണ്ടിയിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഇവർ എന്തും ചെയ്യും. കരമന ജയനെ വേണമെങ്കിൽ കൊല്ലുവാൻ പോലും പദ്ധതിയിട്ടാൽ നമുക്കതിനകത്ത് അതിശയോക്തി ഉണ്ട് എന്ന് പറയുവാൻ പറ്റില്ല. അങ്ങനെ എന്തിനാണ് ഒരു എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള മർദ്ദന മുറകളൊക്കെ എടുക്കുന്നത്? ഇവർക്ക് ഇതിനുള്ള അവകാശം ആരാണ് നൽകിയത്? എന്തായാലും തിരുവനന്തപുരത്തെ വിതുര ഭാഗത്ത് കാട്ടാക്കടയിൽ നിന്നുള്ള പ്രവർത്തകരാണെന്നാണ് കരുതുന്നത്. ഇവർ വലിയ രീതിയിലുള്ള ആക്രമണ പ്രവർത്തനങ്ങളാണ് അവിടുത്തെ വൃദ്ധരടക്കമുള്ള ആൾക്കാർക്ക് നേരെ നടത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനെ ഒരു കാരണവശാലും ക്ഷമിച്ചു കൊടുക്കുവാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.